നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിനെയും ബി.ജെ.പിയെയും എന്തും പറയുക എന്നതാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം ശൈലി. ഇല്ലാത്ത ആരോപണങ്ങൾ സർക്കാരിന് നേരെ ഉന്നയിക്കുക, ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് പല കാര്യത്തിലും മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യങ്ങളെല്ലാം മോദിയും അമിത്ഷായും ചേർത്ത് തച്ചുടച്ച് കയ്യിൽ കൊടുക്കും എന്നതാണ് സത്യം. ജനങ്ങളുടെ വോട്ട് പിടിക്കാനായി പ്രീണന രാഷ്ട്രീയവുമായി ഇറങ്ങിയതാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ആ രാഷ്ട്രീയം നയം ജനങ്ങളുടെ അടുത്ത് അത്ര ചെലവായില്ല. കാരണം കള്ളനാണയങ്ങളെ എപ്പോഴും ജനങ്ങൾ തിരിച്ചറിയും. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ കള്ളനാണയമായ രാഹുൽ ഗാന്ധിയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിലനിൽപ്പിനായി ജനങ്ങളെ പ്രീണിപ്പിക്കാമെന്ന തന്ത്രവുമായി എത്തിയ അത് വിലപ്പോയില്ല. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ പ്രതികരണത്തിന്റെ ആവേശം കൂടാതിരുന്നാൽ കുറച്ചുകൂടി കൊള്ളാം. ബി.ജെ.പിയുടെയോ RSSന്റെയോ പ്രത്യയശാസ്ത്രത്തിനെതിരായി മാത്രമല്ല, ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ തന്നെയാണ് കോൺഗ്രസ് പോരാടുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ദിരാഭവനിൽ നടത്തിയ പരാമർശം. ആവേശം മൂത്ത് പ്രതികരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സംശയിക്കുന്നത് ശരിയാണോ? രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, JP നദ്ദ തുടങ്ങിയ ബി.ജെ.പി നേതാക്കൾ രാഹുലിനെതിരെ രംഗത്തെത്തി. അതായത് സ്ഥലകാല ബോധമില്ലാതെ പലതും പറയുന്നത് സ്ഥിരബുദ്ധിക്ക് പ്രശ്നമുള്ളവരാണല്ലോ. അപ്പോൾ രാഹുലിന്റെ സ്ഥിരബുദ്ധിയെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മാനസിക സ്ഥിരത പരിശോധിക്കണമെന്നാണ് ബി.ജെ.പി നേതാവ് ഹർദീപ് സിംഗ് പുരി പറയുന്നത്. കോൺഗ്രസിന്റെ വൃത്തികെട്ട മുഖമാണ് രാഹുലിന്റെ പ്രസ്താവനയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി.ജെ.പി അധ്യക്ഷനുമായ JP നദ്ദ വ്യക്തമാക്കി. ഇനി ഒരിക്കലെങ്കിലും ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ വൃത്തികെട്ട മുഖം ഇപ്പോൾ അവരുടെ സ്വന്തം നേതാവ് തന്നെ തുറന്നുകാട്ടി. രാഹുൽ ഗാന്ധിക്ക് അർബൻ നക്സലേറ്റുകളുമായി ഇന്ത്യയെ വിഭജിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റുമായും ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെങ്കിൽ പിന്നെ എന്തിന് രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ പകർപ്പ് കൈവശം വെച്ചതെന്നും നിർമ്മല സീതാരാമൻ ചോദിക്കുന്നു. ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ നേതാവാണ് താൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് പറയുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശമടങ്ങുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ച ബി.ജെ.പിയുടെ IT സെൽ മേധാവി അമിത് മാളവിയും കോൺഗ്രസ് നേതാവിനെതിരെ രൂക്ഷമായി വിമർശനമുന്നയിച്ചു. രാഹുൽ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും ഇത് ജോർജ് സോറസിന്റെ പ്ലേബുക്കിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.